വേദിയിൽ ഉപേക്ഷിച്ചിരിക്കുന്ന 13-ാം വാർഡ് കൗൺസിലർ വിജു പുളിക്കണ്ടം, 15-ാം വാർഡിലെ കൗൺസിലർ ദിയ, ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അമ്മമാരെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ, വലിയ സന്തോഷത്തോടുകൂടി അതിലേറെ നിങ്ങളോടൊപ്പം അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 20 വർഷക്കാലമായി 4 ടേമുകളിലായി അഭിമാനകരമായ വിജയം കൈവരിക്കുവാൻ സാധിച്ചുവെങ്കിലും അതിലൊക്കെ വളരെ മധുരിക്കുന്ന ഒരു വിജയമാണ് എനിക്കും ഞങ്ങൾക്കും, അല്ലെങ്കിൽ നമ്മൾ എല്ലാവർക്കും ഈ തെരഞ്ഞെടുപ്പിൽ വിജയം നൽകിയത്. നമുക്കറിയാം, കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി, 20 വർഷക്കാലമായി ഒരു കൗൺസിലറായി ഈ 3 വാർഡുകളിലും നിരന്തരം നമ്മുടെ ആളുകളുമായി ഒരു കുടുംബാംഗത്തെ പോലെ ബന്ധപ്പെടുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാനത് പല കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പല അവസരങ്ങളിലും നന്ദിയോടുകൂടി ഓർക്കാറുമുണ്ട്. കാരണം എൻ്റെ ഫോണിൽ കഴിഞ്ഞ ദിവസം മറ്റൊരു ഫോണിലേക്ക് നമ്പർ മാറ്റുന്നതിനായി നോക്കിയപ്പോൾ നമ്മുടെ ഈ 3 വാർഡുകളിലെ ആയി മാത്രം ഏകദേശം 3000-ഓളം ഫോൺ നമ്പറുകൾ എൻ്റെ ഫോണിൽ സേവ് ചെയ്ത് കിടപ്പുണ്ട്. ഞാനിത് സൂചിപ്പിച്ചത് ഒരു കൗൺസിലർ എന്നതിൽ ഉപരിയായി നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമായി കണ്ടുകൊണ്ട് നിങ്ങളെല്ലാവരും വർഷങ്ങളായി തരുന്ന സ്നേഹത്തിന്, പ്രത്യേകിച്ച് അല്പം ആത്മാഭിമാനത്തോടുകൂടി ഈ സമയത്തും ഞങ്ങൾക്ക് നൽകിയ വിജയത്തിന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് ഓരോരുത്തരോടും നന്ദി പ്രകാശിപ്പിക്കുന്നതിന് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം വലിയ രാഷ്ട്രീയ മാനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുകയാണ്. 2010-ലും ഇതുപോലെ 3 വാർഡിലും നമുക്ക് വിജയിക്കുവാൻ സാധിച്ചുവെങ്കിൽ അന്ന് വലിയ വികസന പ്രവർത്തനങ്ങൾ, നമ്മുടെ അഭിമാനമായ കുടിവെള്ള പദ്ധതി ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് കൊണ്ടുവരുവാൻ സാധിച്ചുവെങ്കിലും ഇതുപോലെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം അത് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന മലയാളത്തിൻ്റെ മുഖ്യ മാധ്യമ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചാനലുകൾ അവരുടെ സാന്നിധ്യം തന്നെ അത് വിളിച്ചു പറയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ പ്രാധാന്യം എന്നോട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങളെല്ലാവരും കണ്ടു കാണും. കുറച്ച് ദിവസങ്ങളായി മാധ്യമ സുഹൃത്തുക്കളും പാലായിലെ പൊതുസമൂഹവും രാഷ്ട്രീയ കേരളവും എന്ന് തന്നെ പറയാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിങ്ങൾ ഏത് മുന്നണിയെ ആണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഉത്തരം, അല്ലെങ്കിൽ ഞങ്ങൾ അവരോട് പറഞ്ഞ ഒരു ഉത്തരം, നിലവിൽ ഞങ്ങൾ ആരോടും ചർച്ച നടത്തിയിട്ടില്ല. അത് വളരെ സുതാര്യമായി സത്യസന്ധതയോടുകൂടി തന്നെ ഇവിടെ പറയുന്നു. ഒരു മുന്നണിയുമായും ഒരു രാഷ്ട്രീയ കക്ഷിയുമായും ഈ സമയം വരെ നമ്മൾ ചർച്ച നടത്തിയിട്ടില്ല. നമ്മൾ എന്ന് തന്നെ ഞാൻ പറയുന്നു, നമ്മൾ ചർച്ച നടത്തിയിട്ടില്ല. എന്നാൽ പ്രധാനപ്പെട്ട മുന്നണി നേതാക്കന്മാർ, ഇരുമുന്നണികളിലെയും LDF-ലെയും UDF-ലെയും സംസ്ഥാന ലെവലിലുള്ള വലിയ ഉത്തരവാദിത്വമുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ കേരളം ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന വ്യക്തിത്വങ്ങൾ നമ്മളുമായി സമ്പർക്കപ്പെട്ടിട്ടുണ്ട്, നമ്മളെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അവരോടെല്ലാം ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം, മാധ്യമങ്ങളിലൂടെ പറഞ്ഞ ഒരു കാര്യം, നേരിട്ട് പറഞ്ഞ കാര്യം, നമുക്ക് സംസാരിക്കാം. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ സ്ഥിരമായ മിത്രങ്ങളോ ഇല്ല. നമുക്ക് സംസാരിക്കാം. പക്ഷേ അതിനു മുമ്പ് ഞങ്ങൾക്ക് ഇതുപോലെ ഒരു അവസരം ഉണ്ടാക്കി തന്ന, അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ ചാനലുകൾ, മലയാളത്തിലെ മുഖ്യ വാർത്താ ചാനലുകൾ അവരുടെ വിലപ്പെട്ട സമയം നമുക്കായി വിനിയോഗിക്കാൻ അവസരമുണ്ടാക്കി തന്ന, ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കേട്ടതിന് ശേഷം മാത്രമേ ഒരു തീരുമാനത്തിൽ എത്തൂ എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. അതിന് കാരണമുണ്ട്.
ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച എന്റെ സഹോദരൻ ബിജു ഇവിടെ സൂചിപ്പിച്ചു, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ഒരു മുന്നണിയുടെയും ചട്ടക്കൂടിൽ നിന്നുകൊണ്ടല്ല, അല്ലെങ്കിൽ അവരുടെ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ടല്ല, അല്ലെങ്കിൽ അവരുടെ പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടോ അത് പ്രചരിപ്പിച്ചുകൊണ്ടോ അല്ല ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിച്ചത്. ചില രാഷ്ട്രീയ തിരിച്ചടികൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപക്വമായ ചില നേതൃത്വത്തിന്റെ അപക്വമായ ചില തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അർഹതപ്പെട്ടത് എന്ന് ഞാൻ മാത്രമല്ല രാഷ്ട്രീയ പൊതുസമൂഹം വിശ്വസിക്കുന്ന ചില കാര്യങ്ങളിൽ രാഷ്ട്രീയ തിരിച്ചടി നേരിട്ടപ്പോൾ ഇതുകൊണ്ട് ഒരുറക്കം കൊണ്ട് നേരം വെളുക്കും, അല്ലെങ്കിൽ ഇതുകൊണ്ടെല്ലാം അവസാനിക്കും എന്ന് കരുതിയവർക്ക് കാലം കാത്തു സൂക്ഷിച്ച കാവ്യനീതി എന്ന് വീണ്ടും ആവർത്തിച്ചു പറയട്ടെ. ആ രീതിയിലുള്ള ഒരു തിരിച്ചടി നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. അതിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അഭിമാനിക്കാം. അപ്പോൾ ഞാനിത് സൂചിപ്പിച്ചത്, നമ്മൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ചർച്ച നടത്തിയിട്ടില്ല, ഒരു മുന്നണിയുമായി ചർച്ച നടത്തിയിട്ടില്ല. അവർ നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, നമ്മളോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില മാധ്യമ സുഹൃത്തുക്കൾ ഒരുപക്ഷെ അവരുടെ പ്രചരണത്തിന് വേണ്ടിയായിരിക്കാം വലിയ പ്രചരണങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിൽ അവാസ്തവമായ വാർത്തകൾ നൽകിയുണ്ടായി. നമ്മൾ അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഡിമാൻഡുകൾ മുമ്പോട്ട് വെച്ചു. നമ്മൾ എന്തിന് MLA സീറ്റ് നമ്മൾ ചോദിച്ചു എന്ന് വരെ വാർത്ത എഴുതിയ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. നമുക്ക് അവരോടൊന്നും ഒരു പരാതിയോ പരിഭവവും ഇല്ല. കാരണം അവരവരുടെ ജോലി ചെയ്യട്ടെ, നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയാം. ഞാനിത് വളരെ ധൈര്യത്തോടെ അല്ലെങ്കിൽ സുതാര്യമായി നിങ്ങളോട് വിളിച്ചു പറയുന്നത്, ഒരുപക്ഷെ നിങ്ങളിൽ പലരും പോലും ഒരുപക്ഷെ ആ വാർത്ത വായിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകും. അതായത് അംഗീകരിക്കാൻ പറ്റാത്ത ഡിമാൻഡുകൾ, അംഗീകരിക്കാൻ പറ്റാത്ത വ്യവസ്ഥകൾ ഒരു സമ്മർദ്ദ ശക്തിയായി നിലനിന്നുകൊണ്ട് വിലപേശൽ രാഷ്ട്രീയം നമ്മൾ കളിക്കുകയാണോ എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിലുള്ള പല വാർത്തകളും പല ചാനലുകളിലുമൊക്കെ, മുഖ്യധാരാ ചാനലുകളല്ല എങ്കിൽ പോലും വരികയുണ്ടായി. അത് ഒരു നിങ്ങളോട് തുറന്നു പറയേണ്ട ഒരു അവസരം കൂടിയാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം എനിക്ക് മുമ്പ് സംസാരിച്ചവർ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ചില സ്ഥാനങ്ങൾക്ക് ഈ അവസരത്തിൽ, ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ, ഈ വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് അർഹതയുണ്ട് എന്ന് നിങ്ങളും വിശ്വസിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതട്ടെ. കാരണം ഇവിടെ സൂചിപ്പിച്ചു, ഒരു ചെയർപേഴ്സണായി സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ള പാലാ നഗരസഭയിലെ ഈ 2025-30 കാലഘട്ട ഭരണകാലഘട്ടത്തിൽ ഭൂരിപക്ഷം ഒരു മുന്നണിക്കും ലഭിക്കാത്ത സാഹചര്യത്തിൽ നമ്മൾ 3 പേർ, ഞങ്ങൾ 3 അല്ല, നമ്മൾ 3 പേർ നിങ്ങളുടെ പ്രതിനിധിയായി, നിങ്ങളുടെ ഈ വാർഡിലെ 3 വാർഡിലെയും വരുന്ന ഏകദേശം 3000-ഓളം വരുന്ന വോട്ടർമാരുടെ പ്രതിനിധികളായി നിങ്ങൾ തിരഞ്ഞെടുത്ത നമ്മൾ 3 പേർ ഇതിന്റെ ഗതി നിയന്ത്രിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. അത് നമ്മുടെ രാഷ്ട്രീയ ശത്രുക്കൾക്കോ രാഷ്ട്രീയ മിത്രങ്ങൾക്കോ ഒരു സംശയത്തിനും ഇട നൽകാതെ നമ്മൾ പറയുന്നു, നമ്മൾ ഈ രാഷ്ട്രീയ ഗതി നിയന്ത്രിക്കും. അത് വിലപേശൽ രാഷ്ട്രീയത്തിലൂടെയല്ല, നമുക്ക് അർഹതപ്പെട്ടത് നേടിയെടുത്തുകൊണ്ടായിരിക്കും. അത് വ്യക്തിപരമായ നേട്ടത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികൾ പ്രചരിപ്പിക്കുന്നത് പോലെ ചില കുടുംബത്തിന്റെ നേട്ടത്തിനോ ഒന്നുമല്ല. 2010 തെളിയിച്ചതുപോലെ ഈ 3 വാർഡ് ഒരുമിച്ച് നിൽക്കുമ്പോൾ അഭിമാനകരമായ വികസനം, എല്ലാവർക്കും അസൂയ തോന്നുന്നുള്ള വികസനം ഈ പ്രദേശത്ത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതിന് ഒരു ബലമേകാൻ അനിവാര്യമായ അധികാരത്തിലെ ഒരു പങ്ക് നമുക്ക് കിട്ടിയേ തീരൂ. അത് നമ്മൾ വാങ്ങിച്ചെടുക്കും എന്നുകൂടി നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഇവിടെ ഒരു ദീർഘമായ പ്രസംഗത്തിന് പ്രസക്തിയില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങൾ വളരെ സുതാര്യമായി ഇവിടെ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ, അത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒരു മുന്നണിയുടെയോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയോ പുറകെ പോയിട്ടില്ല,
സംസാരിക്കാൻ പോയിട്ടില്ല, അവരുടെ മുമ്പിൽ നമ്മൾ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടില്ല, അവർ നമുക്ക് ഓഫറുകൾ തന്നിട്ടില്ല എങ്കിലും രാഷ്ട്രീയം നമുക്ക് എല്ലാവർക്കും അറിയാം, രാഷ്ട്രീയ സാഹചര്യവും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി 26-ാം തീയതി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്മസിന്റെ പിറ്റേന്ന് 26-ാം തീയതി പാലാ നഗരസഭയിലെ പുതിയ ചെയർപേഴ്സണെയും ഉച്ചയ്ക്ക് ശേഷം പുതിയ വൈസ് ചെയർമാനെയും തെരഞ്ഞെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ സൂചിപ്പിച്ച LDFുമായും UDFുമായും അവർ നമ്മളോട് സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ എന്ത് നിലപാടെടുക്കണം, ഏതൊക്കെ കാര്യങ്ങളിൽ അവരുമായി സംസാരിക്കണം എന്ന ഒരു അഭിപ്രായ രൂപീകരണം കൂടി ഉദ്ദേശിച്ചാണ് ഇതുപോലെ ഒരു വിശാലമായ ഒരു വാർഡ് ജനസഭ നമ്മൾ വിളിച്ചു ചേർത്തിരിക്കുന്നത്. എൻ്റെ ചാനൽ സുഹൃത്തുക്കൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ ഇതുപോലെ ഒരു കൂട്ടായ്മ, ഒരുപക്ഷെ ഇതുപോലെ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുമ്പോൾ തങ്ങളുടെ താല്പര്യങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന കുറച്ചു പേരെ വിളിച്ചു ചേർത്തുകൊണ്ട് അഭിപ്രായ രൂപീകരണമല്ല നമ്മൾ ഉദ്ദേശിച്ചത്. രാഷ്ട്രീയ ഭേദമന്യേ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതിവർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും, ആബാലവൃദ്ധ ജനങ്ങളെയും, അമ്മമാരെയും അനിയന്മാരെയും അനീത്യമാരെയും അച്ഛന്മാരെയും എല്ലാവരെയും ഒരുപോലെ വിളിച്ചു ചേർത്ത് അവരെ കേൾക്കുന്നതിന് നമ്മൾ എടുത്ത ഈ തീരുമാനം വരുന്ന തലമുറയ്ക്ക് പുതിയ രാഷ്ട്രീയത്തിന് ഒരു തുടക്കമാകട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എല്ലാവർക്കും ധൃതിയുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ ദീർഘമായി സംസാരിച്ചു പോകുന്നില്ല. ഒരു 2-3 കാര്യങ്ങളിലാണ് നമുക്ക് ഈ ജനസഭയിൽ വെച്ച് ചർച്ച ചെയ്യേണ്ടത്, തീരുമാനമെടുക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവർക്കും രാഷ്ട്രീയ സാഹചര്യം അറിയാം. എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നിരിക്കുന്നതിൽ വലിയ ശതമാനം ആളുകൾ വ്യക്തിപരമായി നേരിട്ടും ഫോണിലുമൊക്കെ ഞങ്ങളുമായിട്ട് ഈ സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചില നിർദ്ദേശങ്ങൾ നൽകുകയും എന്ത് രാഷ്ട്രീയ നിലപാടെടുക്കണം എന്ന് സൂചിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കത്തില്ല. ഒരു പക്ഷേ പലരും കാണിക്കുന്നത് പോലെ തെരഞ്ഞെടുപ്പിന് വിജയിച്ച ശേഷം വോട്ട് ചെയ്തവരെ മറന്നുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം താല്പര്യപ്രകാരം, സ്വന്തം ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുന്നവരുണ്ട്. എന്നാൽ ഞങ്ങൾ അതിന് തയ്യാറല്ല, നമ്മൾ അതിന് തയ്യാറല്ല. അതുകൊണ്ട് കൂടിയാണ് ഇതുപോലെ ഒരു ജനസഭ ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഞാനിത് സൂചിപ്പിച്ചത്, ഒന്നാമതായി നിങ്ങൾ അഭിപ്രായം പറയേണ്ട ഒരു വിഷയം, LDF മുന്നണിയെ ആണോ UDF മുന്നണിയെ ആണോ നമ്മൾ പിന്തുണയ്ക്കേണ്ടത് എന്ന് മാത്രമല്ല, ആരുടെ പിന്തുണയാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. അതൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ചാനൽ സുഹൃത്തുക്കളാണ് അതെന്നോട് സൂചിപ്പിച്ചത്. കാരണം എല്ലാവരും പറയും, നിങ്ങൾ LDFിൻ്റെ കൂടെ പോവുകയാണോ, നിങ്ങൾ UDFിൻ്റെ കൂടെ പോവുകയാണോ? അതിലപ്പുറമായി, അതിർക്കും മേലെയായി ഒരു കാര്യമുണ്ട്, ആരാണ് നമുക്ക് പിന്തുണ തരുന്നത്. അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചാനലുകാർ ഇപ്പൊ തന്നെ അത് വ്യാഖ്യാനിക്കും, ദിയയുടെ കാര്യമാണ് സൂചിപ്പിച്ചതെന്ന്. ദിയയുടെ കാര്യം തന്നെയാണ് സൂചിപ്പിച്ചത്. ദിയെ സപ്പോർട്ട് ചെയ്യുന്നത്, ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് സപ്പോർട്ട് ചെയ്യുന്നത് LDF വേണോ UDF വേണോ, അല്ലെങ്കിൽ നമ്മൾ പിന്തുണ നൽകേണ്ടത് LDFിനാണോ UDFിനാണോ? അത് ഈ മൈക്ക് നിങ്ങളുടെ കയ്യിൽ തരുമ്പോൾ പരസ്യമായി അത് പറയുന്നതിന് തയ്യാറുള്ളവർ പറയണം. അത് ഇവിടെ നമ്മൾ രേഖപ്പെടുത്തും. അല്ല എങ്കിൽ നമ്മൾ ഒരു പ്രിന്റ് ചെയ്ത ഒരു പേപ്പർ ഇതിൽ അഭിപ്രായം പറയാൻ തയ്യാറുള്ളവരുടെ അടുത്ത് നമ്മൾ എത്തിക്കും. രണ്ടാമത്തെ ചോദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ആദ്യം പേര് വാർഡ് ചോദിച്ചിട്ടുണ്ട്. പേര് എഴുതേണ്ടവർക്ക് എഴുതാം. അത് താല്പര്യമില്ലാത്ത, ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്തവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. മുന്നണികളുമായി ചർച്ച ചെയ്യേണ്ട സാഹചര്യത്തിൽ നമ്മൾ ഇരു മുന്നണികളുമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. ചർച്ച ചെയ്യേണ്ട സാഹചര്യത്തിൽ നമ്മൾ മുന്നോട്ട് വെക്കേണ്ട ആവശ്യങ്ങൾ എന്തൊക്കെ, അതും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത്തെ ചോദ്യത്തിൽ പറയുന്ന ആവശ്യം, നമ്മുടെ ഡിമാൻഡ്. ഈ തെരഞ്ഞെടുപ്പിൽ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ സ്ഥാനങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ നമ്മൾ മുമ്പോട്ട് വെക്കേണ്ട ആവശ്യമുണ്ട്. ഞാനിത് ഇതുപോലെ ഒരു ജനസഭ വിളിച്ചു ചേർക്കാൻ നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഇതുപോലെ തുറന്ന ഒരു ചർച്ചയിലേക്ക് കടക്കുവാനുള്ള സാഹചര്യം ഞാനിവിടെ സൂചിപ്പിച്ചു. എടുത്തു പൊങ്ങാത്ത ഡിമാൻഡും വലിയ സമ്മർദ്ദ ശക്തിയായി
നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത കാര്യങ്ങൾ ഇരു മുന്നണികളോട് നമ്മൾ ചോദിച്ചുവെന്നും തയ്യാറല്ലാത്ത അവർ രണ്ട് മുന്നണികളും കൂടെ ഒരുമിച്ച് നമ്മളെ ഒഴിവാക്കാൻ തീരുമാനമെടുത്തു എന്നുമൊക്കെ അവാസ്തവമായ നിരവധി വാർത്തകൾ പ്രചരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഞാൻ ഇതുപോലെ ഒരു ചോദ്യാവലി മുമ്പോട്ട് വെക്കുന്നത്. അപ്പോൾ ഏത് മുന്നണിയുമായി നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം എന്തായിരിക്കണം? അത് ദിയയുടെ ചെയർപേഴ്സൺ സ്ഥാനമാണോ, എൻ്റെയും ബിജുവിൻ്റെയും വൈസ് ചെയർമാൻ സ്ഥാനമാണോ, അതോ അത് രണ്ടും കൂടെ ഒന്നിച്ചാണോ, അല്ലെങ്കിൽ ഏതൊക്കെ പീരീഡാണ് നമ്മൾ ചോദിക്കേണ്ടത്? അത് ആദ്യം തന്നെ നമ്മൾ ചോദിക്കണോ? എത്ര വർഷത്തേക്ക് നമ്മൾ ചോദിക്കണം? അല്ലെങ്കിൽ അവരുടെ ചർച്ചയിൽ മറ്റ് മുന്നണികൾ, രാഷ്ട്രീയ കക്ഷികൾ ഇങ്ങോട്ട് നമ്മളോട് പറയുമ്പോൾ അവരുടെ ഓഫർ എന്ന് തന്നെ പറയാം, അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ഓഫർ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തുടങ്ങിയ കാര്യങ്ങൾ ഒന്ന് മനസ്സറിഞ്ഞ് പഠിച്ച ശേഷം ആ കാര്യത്തിൽ കൂടി നിങ്ങൾ ഒരു അഭിപ്രായം പറയണം. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ ചാനലുകാരോടും എല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്, വ്യക്തിപരമായ ഒരു നേട്ടത്തിന് വേണ്ടിയല്ല, ഈ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾ, അതിൽ നമ്മളെ സഹായിക്കുന്ന നിലപാടെടുക്കുന്നത് ഏത് മുന്നണിയാണോ, അല്ലെങ്കിൽ ആ വികസന പ്രവർത്തനങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും രാഷ്ട്രീയ മുന്നണിയും ഏതാണോ, അതുകൂടി നമ്മുടെ പിന്തുണയ്ക്ക് ഒരു മാനദണ്ഡമാക്കണം എന്ന ഒരു എളിയ അഭിപ്രായം കൂടി എനിക്കുണ്ട്. ഇതാണ് പ്രധാനമായും നമുക്ക് ഇന്ന് ഈ ജനസഭ കൊണ്ട് ഉദ്ദേശിച്ചത്. കൂടാതെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നിരവധിയുണ്ട്, അത് നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ നമുക്ക് വാർഡ് സഭ വിളിച്ചു ചേർക്കാം. അതുപോലെ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് തന്നെ ഇവിടെ പറയുന്നു, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്തിരുന്നതാണ് എങ്കിലും നമ്മുടെ ഈ പ്രദേശത്തുള്ളവർ, ഈ 3 വാർഡിലും ഉള്ള ജനങ്ങൾ, അവർ നേരിട്ട് നഗരസഭയിൽ എത്തേണ്ടാത്ത അല്ലെങ്കിൽ എത്തുന്നതിന് ആവശ്യമില്ലാത്ത യാതൊരു കാര്യത്തിനും നഗരസഭയിൽ നിങ്ങൾ കയറി ഇറങ്ങണ്ട. അതിന് ഇവിടുത്തെ കൗൺസിലേഴ്സ് ഓഫീസിൽ അല്ലെങ്കിൽ ഞങ്ങളെ ഫോണിൽ ബന്ധപ്പെട്ടാൽ ആ കാര്യങ്ങൾ ഞങ്ങൾ നടത്തി തരുന്നതാണ് എന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഓൺലൈൻ വഴി പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൺലൈൻ വഴി ചെയ്താൽ നിങ്ങൾ നഗരസഭയിൽ കയറി ഇറങ്ങി നടന്നതിന് ശേഷം വേണം അത് ഫോളോ അപ്പ് ചെയ്യാൻ. അതിനൊന്നും ആരും നഗരസഭയിലേക്ക് വന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അതുപോലെ ഇപ്പോൾ ഏറ്റവും അടുത്തൊരു കാര്യം കൂടി ഈ സാഹചര്യത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. വിധവാ പെൻഷൻ വാങ്ങിക്കുന്നവര് ഈ 31-ാം തീയതിക്കകം 60 വയസ്സിന് താഴെയുള്ളവർ പുനർവിവാഹിതരല്ല എന്ന് ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ഒരു സർട്ടിഫിക്കറ്റ് നഗരസഭയിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ 3 വാർഡിലെ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ആരും ആ അപേക്ഷയുമായി ഗസറ്റഡ് ഓഫീസറുടെ തിണ്ണനിറങ്ങി പോകേണ്ട. നിങ്ങൾ ആധാറിന്റെ കോപ്പി ഇവിടെ ഏൽപ്പിച്ചാൽ അത് ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തി ഞങ്ങൾ തന്നെ മുനിസിപ്പാലിറ്റിയിൽ ഏൽപ്പിച്ചോളാം. അത് സാന്ദർഭികമായി ഇവിടെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ആ രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാനിത് സൂചിപ്പിച്ചത് നഗരസഭയിൽ നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണാടുറുമ്പ് പോലെയുള്ള നമ്മുടെ നഗരസഭയുടെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് 100-150 രൂപ ഓട്ടോറിക്ഷക്കൂലി കൊടുത്ത് നഗരസഭയിൽ വന്നിറങ്ങി പടികൾ കയറി ഇറങ്ങി മോളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യം, ചില ഉദ്യോഗസ്ഥന്മാർ നാളെ വന്നു, അപ്പോൾ നാളെ വന്നാൽ ചെയ്തു തരുമെന്ന് ഉറപ്പുണ്ടായിട്ടല്ല നാളെ വരാൻ പറയുന്നത്. ഏതോ ശത്രുവിനെ കാണുന്നത് പോലെ, ഏതോ വൈരാഗ്യ ബുദ്ധിയോട് കൂടി കാണുന്ന പോലെ നാളെ വരാൻ പറഞ്ഞു വിടുന്നു. അവർ താഴെ ഇറങ്ങി ആദ്യത്തെ ഓട്ടോ പിടിച്ച് വീട്ടിൽ പോകുന്നു. പിറ്റേ ദിവസവും രാവിലെ അവിടെ ചെല്ലുന്നു, അയ്യോ അത് നോക്കാൻ പറ്റിയില്ല, ഒരാഴ്ച കഴിഞ്ഞ് വാ. പക്ഷെ ഞങ്ങളുടെ കൗൺസിലർമാർ ഒരുപക്ഷെ ഇടപെട്ടാൽ 5 മിനിറ്റ് കൊണ്ട് തീരുന്ന ഒരു വിഷയമായിരിക്കാം. അതാണ് ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ ഇതുപോലെ ഒരു തീരുമാനത്തിലെത്തുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. അത് എല്ലാവരും, അത് നമ്മുടെ പ്രദേശത്തുള്ളവർ വേണമെന്നില്ല, നമ്മളെ ബന്ധപ്പെടുന്ന എല്ലാവരോടുമുള്ള നമ്മുടെ സമീപനം അത് തന്നെയായിരിക്കും. തുടർന്നും അത് തന്നെ മുമ്പോട്ട് പോകുന്നതായിരിക്കും. ഏതായാലും നമുക്ക് ഈ ചർച്ചകൾ വളരെ വേഗം തന്നെ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചു, തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ഈ അവാസ്തവമായ ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ. അത് വിവിധ കാരണങ്ങളുണ്ട്. അത് വാർഡ് സഭയിൽ വെച്ച് വിശദമായി പറയുന്നതായിരിക്കും നല്ലത്. ഏതായാലും തൊഴിലുറപ്പ് സഹോദരിമാർക്ക് തൊഴിൽ അവസരങ്ങൾ കൂടും എന്നല്ലാതെ ഒരു തൊഴിൽ പോലും കുറയില്ല എന്ന് ഈ അവസരത്തിൽ ഉറപ്പു നൽകുകയാണ്.
100% തൊഴിൽ കൂടിയിരിക്കും. ഏതായാലും അത്തരം കാര്യം എനിക്ക് തോന്നി ചാനലുകാരൊക്കെ നമ്മളിൽ നിന്ന് പലതും പ്രതീക്ഷിച്ച് അവിടെ നിൽക്കുന്നത്. നമ്മളോട് ഇന്ന് രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കൂ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ തുറന്ന ചർച്ചകൾക്ക് ശേഷം ഇന്ന് തന്നെ അല്ലെങ്കിൽ ഇന്നും നാളെയുമായി ഈ പറയുന്ന മുന്നണികളുമായി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ഒക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആദ്യമേ ഇത് എഴുതി തരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തുറന്നു പറയാൻ തയ്യാറുള്ളവർ ഇവിടെ വേദിയിലേക്കോ അല്ലെങ്കിൽ മൈക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചു തരുന്നതാണ്.